ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ പറഞ്ഞ് മോഡൽ പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇനി അധികം വൈകാതെ മോഡൽ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ പോവുകയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില മുന്നറിയിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ SSLC പരീക്ഷാ കാലത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഈ മോഡൽ പരീക്ഷയെ ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് മോഡൽ പരീക്ഷ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അത് വെറുതെ നടക്കുന്ന ഒരു പരീക്ഷയാണ്, അതിൻ്റെ പേപ്പറൊന്നും കിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ജസ്റ്റ് ഒന്ന് പോയി എഴുതിയാൽ മതി, നിങ്ങളത് നോക്കണം, നിങ്ങൾ മെയിൻ എക്സാം നോക്കി പഠിച്ചാൽ മതി എന്ന് ഏറ്റവും വലിയ തെറ്റാണ് അത്. അവിടെയാണ് എനിക്ക് ആദ്യത്തെ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഈ മോഡൽ പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് തന്നെ വേണം നിങ്ങൾ എടുക്കാൻ. സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു ഫൈനൽ എക്സാമിന് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നോ അങ്ങനെ തന്നെ വേണം മോഡൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ. എനിക്കറിയാം മോഡൽ പരീക്ഷയ്ക്ക് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല, ഡെയിലി 2 എക്സാമുണ്ട്, പഠിക്കുന്നതിനൊരു പരിധി നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ പരിധി വെച്ചുകൊണ്ട് തന്നെ പരമാവധി എവിടം വരെ പഠിക്കാമോ അവിടം വരെ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കാരണം അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിനി എത്രത്തോളം മുന്നോട്ട് പഠിക്കാനുണ്ട് എന്നും ഇതുവരെ പഠിച്ചതിൽ എത്രത്തോളം കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമെന്നും അതെങ്ങനെ പരീക്ഷാ പേപ്പറിലേക്ക് മാറ്റാൻ കഴിയുമെന്നും അത് എഴുതുമ്പോൾ ഏത് രീതിയിലേക്ക് പോകുമെന്നുമൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. പല കുട്ടികൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പേപ്പർ ഇനി കിട്ടില്ല എന്നൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. ഇപ്പോൾ മിക്ക സ്കൂളിലെയും ടീച്ചേഴ്സ് ഈ മോഡൽ എക്സാം കഴിഞ്ഞ് ഒരു ദിവസം എക്സ്ട്രാ വെച്ചിട്ട് ആ ദിവസം ഈ പേപ്പറുകളൊക്കെ റിട്ടേൺ കൊടുക്കാറുണ്ട്, അതിൻ്റെ മാർക്കും നൽകാറുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു പേപ്പർ കൊടുക്കാതിരിക്കുക, പക്ഷേ ഇപ്പോൾ മിക്ക സ്കൂളിലും പേപ്പറൊക്കെ കൊടുക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് എത്ര നന്നായിട്ട് എഴുതാൻ കഴിയും, നിങ്ങൾ എഴുതുന്നതിന് എത്ര മാർക്ക് കിട്ടും, എന്തൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ തിരിച്ചറിയാനുള്ള അവസരമാണ്. ഈ അവസരം നിങ്ങൾ കളയുന്നത്. കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക് എക്സാമാണ് എഴുതാൻ പോകുന്നത്, അവിടെ ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ തിരുത്താൻ സമയമില്ല. പക്ഷേ മോഡൽ എക്സാമിലാണ് ആ തെറ്റ് പറ്റുന്നതെങ്കിൽ അത് പിന്നീട് തിരുത്താനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കണം. അവിടെ ഒരു പാളിച്ച നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ മോഡൽ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എന്താ പറയുക, മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പഠിക്കാനുണ്ട്, എല്ലാം കൂടി പഠിച്ചു തീരില്ല എന്നാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠഭാഗങ്ങൾ, ക്രിസ്മസ് സെക്കൻഡ് ടൈമിലുള്ള പാഠങ്ങളിലെ, ക്രിസ്മസ് എക്സാമിലുള്ള പാഠങ്ങളിലെ അതിന് ശേഷമുള്ള പാഠഭാഗങ്ങളും ഫസ്റ്റ് ടൈമിലെ പാഠഭാഗങ്ങളും, അതായത് ഓണപ്പരീക്ഷ വരെയുള്ള പാഠഭാഗങ്ങളും ക്രിസ്മസിന് ശേഷം എടുത്ത പാഠഭാഗങ്ങളും നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ. അതിന് കാരണം എന്താ, ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഒന്ന് പഠിച്ചതും പരീക്ഷ എഴുതിയതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ടച്ച് ഇല്ലാതെ കിടക്കുന്നത് ഓണപ്പരീക്ഷ വരെയുള്ള ഭാഗവും ക്രിസ്മസ് ശേഷം എടുത്ത ഭാഗവുമായിരിക്കും. കൃത്യമായിട്ട് അത് ആദ്യം പഠിക്കുക, പിന്നീട് ക്രിസ്മസിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. സമയമില്ലെങ്കിൽ പറ്റുമെങ്കിൽ മാക്സിമം എല്ലാം പഠിക്കാൻ നോക്കുക. മോഡൽ പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം മോഡൽ കഴിഞ്ഞ ഒരാഴ്ച മാത്രമേ എക്സാമിനുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ സമയമൊന്നുമില്ല. സോ മോഡൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പബ്ലിക് എക്സാമിന് പഠിക്കുന്ന പോലെ തന്നെ കണ്ടെത്തി മോഡൽ എക്സാമിന് പൂർണ്ണമായിട്ടും തന്നെ പഠിച്ചു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അഡ്വാൻറ്റേജ്, മെയിൻ എക്സാം എഴുതുമ്പോൾ കിട്ടേണ്ട ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാതെ പോകും എന്നുള്ളത് ഓർക്കുക. പല കുട്ടികൾക്കും പറ്റുന്ന അബദ്ധമാണ്. അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. മോഡൽ എക്സാമിനെ ഫൈനൽ എക്സാമായി കണ്ട് തന്നെ പഠിക്കുക, എഴുതുക. വീണ്ടും കാണാം. താങ്ക് യു.